ഒരു വസ്തു എന്ന് പറയുന്നത് ജലം തന്നെയാണ്. അല്ലെങ്കിൽ സൈക്ലോൺസ് അതുപോലുള്ള കാര്യങ്ങൾ വന്നാലും ഫ്ലഡ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അത് മറ്റൊന്ന്, നമ്മുടെ ഒരു എക്കോസിസ്റ്റം സ്ട്രക്ചറിനെ അത് വലിയ തോതിൽ ബാധിക്കും. അപ്പൊ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്ന് നാം പറയും പരസ്പരം ചേർന്ന് നിൽക്കാൻ. പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ജലമുള്ളൂ, ജലം ഉണ്ടെങ്കിലേ പരിസ്ഥിതി ഉള്ളൂ എന്നതാണ് ആ നിലയ്ക്ക് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഡബ്ലിൻ പ്രിൻസിപ്പിൾസ് ഇതാണ്. ഇതിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോഴും നമ്മുടെ ജലവിഭവ മേഖലയുമായി ബന്ധപ്പെട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു അടിസ്ഥാന പ്രമാണമായി ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 4 പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അപ്പൊ ഫ്രഷ് വാട്ടർ ഈസ് എ ഫൈനൈറ്റ് ആൻഡ് വൾനറബിൾ റിസോഴ്സ് എന്നത് ഇവിടെ മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല. 2008 നമ്മുടെ സംസ്ഥാനത്തിന്റെ വാട്ടർ പോളിസിയിലും ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. അതുപോലെ വാട്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ജലവിഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലായിരിക്കണം എന്നതാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഈ 2008 പോളിസി എടുത്താലും 2012 നാഷണൽ പോളിസി എടുത്താലും 2003 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് എടുത്താലും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. പക്ഷേ പ്രാദേശിക തലത്തിൽ നാം ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ചില പ്രോജക്റ്റുകളിൽ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരിടത്ത് നമുക്ക് അതിനെ കാണാൻ കഴിയും. അപ്പോൾ ആരാണോ അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ, അതുപോലെ പ്ലാനേഴ്സ്, പോളിസി മേക്കേഴ്സ്, ഇവരെല്ലാവരും പരസ്പരം ചെയ്യാം. 3, സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ വലിയ റോളുണ്ട്. പ്രധാനമായും നമ്മുടെ നാളെ വൈദ്യുതി ലഭ്യമല്ല എന്ന മെസ്സേജ് നമ്മുടെ ഫോണിൽ വരുമ്പോൾ പുരുഷന്മാരായ നമ്മളൊക്കെ പലപ്പോഴും അതിനെ വലിയ തോതിൽ നാളെ കറണ്ട് ഇല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നാളെ കറണ്ട് ഇല്ലാണ്ടായാൽ എൻ്റെ വീട്ടിലെ മോട്ടോർ ഒന്ന് ഓൺ ചെയ്യാൻ സാധ്യമാകുമോ, അല്ലെങ്കിൽ എവിടുന്ന് വെള്ളം സംഘടിപ്പിക്കാൻ കഴിയും, പബ്ലിക് ടാപ്പിൽ വെള്ളം ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കുകയും പ്രായോഗികമായി അത്തരം കാര്യങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതുപോലെ തന്നെ ഒരു ഡ്രോട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ, കേരളത്തിൽ പൊതുവെ നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ടാപ്പിൽ നിന്നോ പബ്ലിക് ടാപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്നൊക്കെ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാത്ത ധാരാളം പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങൾ, പാലക്കാട് ജില്ലയുടെ ചില പ്രദേശങ്ങൾ, ഇടുക്കിയുടെ ചില പ്രദേശങ്ങളൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വരൾച്ചാ സമയത്ത് പോവുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ വെള്ളം ശേഖരിച്ചു വരുന്നതിന് വളരെ അധികം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. അതുപോലെ 3 എന്ന് പറയുന്നത് വാട്ടർ ഹാസ് എൻ ഇക്കണോമിക് വാല്യൂ. ജലത്തിന് ഒരു ഇക്കണോമിക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്, ഒരു സാമ്പത്തിക മൂല്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ സാമ്പത്തിക മൂല്യത്തെ നമ്മളിപ്പോൾ അതിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു കുപ്പിവെള്ളത്തിന് 20 രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ 1 കിലോ ലിറ്ററിന് ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറയുന്ന തരത്തിലേക്കാണ് നമ്മൾ അതിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സോഷ്യൽ ഗുഡ് എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാതെയും അതിൻ്റെ ഒരു കൃത്യമായ ഒരു ട്രാൻസ്ലേഷനിലൂടെ അതിനെ നിർവഹിക്കാനുമാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സുസ്ഥിര വികസന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട 17 ഗോളുകളാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ററാക്റ്റീവ് പ്രോസസ് 40 വർഷത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ UN ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ജലദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ തീർച്ചയായും നടന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും തീർച്ചയായും അവിടെയും ഒരു കൺസെൻസസിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നതാണ്. ഇപ്പോഴും ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഉയർന്നു വന്ന പല നിർദ്ദേശങ്ങളോടും യോജിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ വളരെ പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായി സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന 1% നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ജലം എന്നുള്ളത്. അത് യുനെസ്കോയുടെ നേതൃത്വത്തിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ ഷിക്ലമനോവ് എന്ന് പറയുന്ന ഒരു വലിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറാക്കിയിട്ടുള്ള കണക്കാണ്. ജലവിഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ മൊത്തം എത്രയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജലം എന്നതൊക്കെ സംബന്ധിച്ച കണക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫ്രഷ് വാട്ടർ എന്ന് പറയാമെങ്കിലും ശുദ്ധജലം എന്ന് പറയാമെങ്കിലും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് നേരിട്ടെടുത്ത് ഉപയോഗിക്കാൻ കഴിയൂ എന്നതാണ്. അപ്പോൾ കേരളത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കൊരു 592 കിലോമീറ്റർ ആണ് കോസ്റ്റ് ലൈൻ. പല രേഖകളിലും വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ കാണാമെങ്കിലും നമ്മുടെ ISROയുടെ ഏറ്റവും അവസാനത്തെ ഒരു കണക്കാണ്. ഔദ്യോഗികമായി ഇത് അംഗീകരിക്കപ്പെട്ടൊരു കണക്കല്ല. നമ്മുടെ പുസ്തകങ്ങൾ ഇപ്പോഴും 67, 68, 69 ഒക്കെയാണ് അങ്ങനെ വെക്കുക.
592 കിലോമീറ്റർ എന്നതാണ് ISRO ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് അവസാനം വരാം. നമ്മുടെ 44 നദികൾ എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ഒരു 15 കിലോമീറ്റർ അല്ലെങ്കിൽ അതിലധികമോ ഉള്ളതിനെ നദിയായി കണക്കാക്കാം എന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 44 നദികൾ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വളരെ മീഡിയം റിവർ എന്ന് പറയാവുന്ന ഒരു 4 റിവർ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന്. അതുപോലെ കേരളത്തിന്റെ മഴയെ സംബന്ധിച്ചിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഒരു ആവറേജ് റെയിൻഫാൾ എന്ന് പറയുന്നത് 3000 മില്ലിമീറ്റർ ആണ് എന്ന് പറയുമെങ്കിലും ചെറിയ ചില വേരിയേഷൻ അത്തരം പറയുന്നതിന് നമുക്ക് ഓർത്തു വെക്കുന്നതിനൊക്കെ എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു 3000 മില്ലിമീറ്റർ റെയിൻഫാൾ ആണ് എന്ന് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ ഒരു ആവറേജ് റെയിൻഫാൾ 2911 മില്ലിമീറ്റർ ആണ് എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സമീപകാല ഒരു കണക്കുകൾ കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് മഴ ലഭ്യമാകുന്ന സമയങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ ഒരു നോൺ മൺസൂൺ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് 13% മഴ ലഭ്യമാകുന്നു എന്നത് നമ്മെ കുറേയേറെ സഹായിക്കുന്ന, ജലലഭ്യതയുടെ കാര്യത്തിൽ കുറേയേറെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. നമ്മുടെ ജലലഭ്യത നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ജലം എന്ന് പറയുന്നത് 42,772 മില്യൺ ക്യൂബിക് മീറ്റർ. അപ്പോൾ എന്നാൽ ഈൽഡ് നമ്മൾ മോർ ദാൻ ഒരു 70,323 എന്നതാണ്. പക്ഷെ ഇത് 1974 കണക്കാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഈ കണക്ക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ വാട്ടർ റിസോഴ്സ് ഓഫ് കേരള 1974 പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജലസേന വകുപ്പിന്റെയും മറ്റു വകുപ്പുകളുടെയും സഹായത്തോടു കൂടി നമ്മൾ തുടങ്ങുകയും കുറച്ച് മുന്നോട്ട് പോയെങ്കിലും മറ്റ് ഘടകങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്റർസ്റ്റേറ്റ് റിവറുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന നദികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ചില കണക്കുകൾ നമ്മുടെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ റിവർ ഗേജസ് നൽകുന്ന കണക്കുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ പല നദികളുടെയും നീരൊഴുക്ക് കുറയുന്നതായിട്ടാണ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നത്. പക്ഷെ ഇത് നമുക്ക് ഒരു ആധികാരിക കണക്ക് എന്ന നിലയ്ക്ക് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഗ്രൗണ്ട് വാട്ടറിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന അവസരത്തിൽ നേരത്തെ നമുക്ക് ഓവർ എക്സ്പ്ലോയിറ്റഡ് ബ്ലോക്ക് 5 ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഒരു ബ്ലോക്ക് മാത്രമായിട്ട് മാറി എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇടപെടൽ കൊണ്ട് നമ്മുടെ ഒരു ഗ്രൗണ്ട് വാട്ടർ ചെറിയ തോതിലെങ്കിലും കൂട്ടുന്നതിന് നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ ഗ്രൗണ്ട് വാട്ടർ വർദ്ധിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടോ നമ്മുടെ എക്സ്ട്രാക്ഷൻ വർദ്ധിച്ചു വരുന്നു എന്നത് ഈ ഗ്രൗണ്ട് വാട്ടർ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റുമായിട്ട് ഭൂജലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ വീണ്ടും പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മഴയുടെ ലഭ്യതയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ വലിയ തോതിൽ വായിക്കുകയും അത് പരമാവധി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം നമുക്ക് എവർക്കും അറിയാവുന്നത് പോലെ തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ അളവിലുള്ള മഴ ലഭ്യമാകുന്നു എന്നാണ്. പല ഘടകങ്ങൾ അതിനകത്ത് സ്വാധീനിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഈ സലിനിറ്റി. നമ്മുടെ ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഓരുവെള്ള കയറ്റം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ സംഭവിക്കാനിടയിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ പല നദികളിലും അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നത്. അതിനേക്കാൾ കൂടുതൽ പ്രധാനമായിട്ടുള്ള ഈ സ്ലൈഡിൽ ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ നമ്മുടെ സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ മിക്കവാറും ഒരു മാസത്തെ പത്രം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മുൻ പേജിൽ തന്നെ ഈ ലാൻഡ് കൺവേർഷൻ എന്ന് പറയുന്ന ഭൂമിയുടെ തരം മാറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു പ്രോസസ്സ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു. ഇത് നമ്മുടെ പച്ചപ്പിന്റെ അളവ് കുറയ്ക്കും എന്നത് മാത്രമല്ല, പ്രധാനമായും അത്തരം പ്രദേശങ്ങൾ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിനും ജല സുരക്ഷയ്ക്കും ജലലഭ്യതയ്ക്കും ഒക്കെ നമുക്ക് ഘടകമായി നിന്നിരുന്ന് ഇത് ഇത്തരത്തിൽ വരുന്ന മാറ്റം എങ്ങനെയായി തീരുമെന്നത് തീർച്ചയായും ഒരു 10-20 വർഷം പോലും നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. അതിന്റെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ ദുരന്തം
നാം തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ ആ കാര്യത്തെ വളരെ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് എന്ന് എടുക്കുന്നില്ല എന്നത് മാത്രമല്ല, ഗവൺമെന്റ് അസംബ്ലിയിൽ ഇത്തരം ഈ ഒരു വിഷയം ലാൻഡ് കൺവേർഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ ഗവൺമെന്റ് വളരെ സ്പെസിഫിക് ആയി പറയാൻ ശ്രമിക്കുന്നത് ലാൻഡ് കൺവെൻഷനിലൂടെ സർക്കാരിന് 600 കോടി കിട്ടി, അഗൈൻ അത് 900 ഇപ്പോൾ അത് ഇനി അടുത്ത അസംബ്ലി സെഷൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ നമ്മൾ 1000 ക്രോസ് ചെയ്തതായിട്ടാണ് ഏറ്റവും അവസാനത്തെ അസംബ്ലി സെഷനിലെ മറുപടികൾ. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിന് ഒരു വരുമാന സ്രോതസ്സായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ലൈഡിൽ നമുക്ക് ഇതിന്റെ ഒരു ഏരിയാസ് ഞാൻ ഓരോന്നും അത് വായിക്കുന്നില്ല, അത് നമുക്ക് കാണാനായിട്ട്. ഇതിനകത്ത് തന്നെ ഈ അർബനൈസേഷനും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു. ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ച് തന്നെ കേരളത്തിന്റെ മൊത്തം പ്രദേശത്തിന്റെ 46.7 അല്ലെങ്കിൽ ഏതാണ്ട് 50% അർബനൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതൊരു 2050 എത്തുമ്പോഴേക്കും കേരളത്തിന്റെ 70% അതിലധികം പ്രദേശങ്ങൾ അർബനൈസ്ഡ് ആകും എന്നുള്ളതാണ്. അപ്പൊ അർബനൈസ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജലവിഭവ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും വലിയ തോതിലുള്ള ഇഷ്യൂസ്, ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പുറമെ പുതിയ പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് ജലവിഭവ മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകും? ഇപ്പൊ ജലവിഭവം, പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് ഡിസ്കഷനകത്ത് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ പുതുതായി വരുന്ന ജലവിഭവ മേഖലയുമായി ബന്ധപ്പെട്ട് ഡ്രിങ്കിങ് വാട്ടറുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നയസമീപനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഈ പ്രോജക്റ്റുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഓരോ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസും ഡിസൈൻ ചെയ്യുമ്പോൾ അർബൻ ഏരിയ ആണെങ്കിൽ, നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശമാണെങ്കിൽ 130 ലിറ്റർ പെർ പേഴ്സൺ പെർ ഡേ ആണ് നമ്മൾ LPCD ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ അത് 100 LPCD ആണ് കണക്കാക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് നമ്മൾ 70 മതി എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നഗരവും ഗ്രാമവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് ഈ 130ഉം 100ഉം കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ നാഷണൽ വാട്ടർ മിഷന്റെ ഭാഗമായിട്ടുള്ള ഇതിൽ നമ്മളൊരു 20% വാട്ടർ യൂസ് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വാട്ടർ യൂസ് എഫിഷ്യൻസി അങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധ്യമാകുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ലോകമെമ്പാടും ഏതാണ്ട് 70%-ലേറെ ജലം കാർഷിക ആവശ്യത്തിനാണ് വിനിയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഒരു കണക്കുള്ളത്. പക്ഷെ അത്രയും ജലം നമ്മൾ ഈ കാർഷിക മേഖലയിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? കാരണം നമ്മുടെ നാണ്യവിളകളെ സംബന്ധിച്ച് വലിയ തോതിൽ നമ്മൾ ജലസേചനം ഒരുക്കിക്കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ നാണ്യവിളകളുടെ കൃഷി നടക്കുന്നത്. വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പാഡി ഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള കാർഷിക വിളകൾക്കാണ് നമ്മളിപ്പോഴും ഈ ജലസേചന സൗകര്യം, അല്ലെങ്കിൽ നമ്മൾ ഗാർഡൻ ലാൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മിക്സഡ് ക്രോപ്പുള്ള വിവിധ തരത്തിലുള്ള കൃഷികളുള്ള പ്രദേശത്തേക്ക് ആണ് നമ്മൾ പ്രധാനമായും ജലസേചന സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിവർ പെരിയാർ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും അതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് 244. അത് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നദികളുമായൊക്കെ താരതമ്യം ചെയ്താൽ വളരെ ചെറിയൊരു നദിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നദികളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസിന്റെ ഭൂരിപക്ഷവും നിലനിൽക്കുന്നത് നദികളെ ആശ്രയിച്ചാണ്. അപ്പൊ ഉൾനാടൻ ജലവുമായി ബന്ധപ്പെട്ടും വലിയ കുളങ്ങൾ അല്ലെങ്കിൽ ചിറകളുമായി ബന്ധപ്പെട്ടും നമ്മുടെ നിലവിൽ കുടിവെള്ളത്തിനല്ലാതെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഡാമുകളെ അടിസ്ഥാനമാക്കിയുമാണ് കുടിവെള്ളം നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നദികളുടെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വളരെ ചെറിയ നീളം കുറഞ്ഞ നദിയാണ്. അതിന്റെ ഡ്രെയിനേജ് ഏരിയ വളരെ കുറവാണ്. നമുക്ക് 2 സീസണായിട്ട് മാത്രമാണ് കിട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലെ നദികളെ പോലെ തന്നെ നമുക്ക് മഞ്ഞിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഹിമാലയത്തിൽ നിന്ന് ലഭ്യമാകുന്നത് പോലെ നമുക്ക് ജലം ലഭ്യമാകുന്നില്ല എന്നതുമാണ്. വിവിധ തരത്തിലുള്ള മനുഷ്യ ഇടപെടൽ കൊണ്ടും
പ്രകൃതിയുടെ തന്നെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ നദിയുടെ അടിത്തട്ടുകൾ താഴുന്ന പ്രക്രിയയുണ്ട്. അതിന്റെ ഗ്രേഡിയന്റ്, റിവർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് നദിയുടെ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നതിനും ആവശ്യമാണ്. നദി ഒരു ശുദ്ധജലമായി തന്നെ നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി വിഭവം എന്ന നിലയ്ക്ക് അതിന്റെ ഗുണനിലവാരത്തോടു കൂടി നിലനിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു റിവർ ഗ്രേഡിയന്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ 2018 ഫ്ലഡിന് ശേഷം നമ്മൾ പലപ്പോഴും പല പ്രദേശങ്ങളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഫ്ലഡായി വരികയും അവിടുത്തെ ആ ഒരു ഗ്രേഡിയന്റ് ചേഞ്ച്, അതിന്റെ ഒരു ചരിവിനുണ്ടായിട്ടുള്ള വ്യതിയാനം വളരെ കൂടുതലാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട. അപ്പൊ ജലവിഭവം എന്ന മേഖലയിൽ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന് നമ്മുടെ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഉണ്ട്. നമ്മുടെ പൊല്യൂട്ടൻ, വിവിധ തരത്തിലുള്ള മാലിന്യം നമ്മുടെ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തു കൂടി ഒഴുകുന്ന നദികളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും എത്തും. അപ്പൊ ഇപ്പൊ നമ്മള് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പൊല്യൂഷനെ സംബന്ധിച്ച് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ധാരണകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ 2 പുതിയ വെല്ലുവിളികൾ കൂടി ഈ നമ്മുടെ ജലവിഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉള്ളതാണെങ്കിലും അത് സ്റ്റാൻഡ്സ്റ്റിലായി നിൽക്കുന്ന കുളങ്ങൾ പോലുള്ള അല്ലെങ്കിൽ കായലുകൾ പോലുള്ള പ്രദേശത്താണെങ്കിലും അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഒന്ന് നമുക്കറിയാവുന്നത് പോലെ മൈക്രോ പ്ലാസ്റ്റിക് ആണ്. മറ്റൊരു ഇഷ്യൂ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റ് സംഘടനകളുമൊക്കെ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ വലിയ തോതിൽ നാം തന്നെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ അംശം നമ്മുടെ ജലസ്രോതസ്സുകളിൽ എത്തുന്നു. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി മത്സ്യം വളർത്തുന്ന ആളുകൾ, അത് ഉൾനാടൻ ജലാശയങ്ങളിലാകാം മറ്റ് സ്ഥലങ്ങളിലാകാം, അല്ലെങ്കിൽ റിവറുകളിലൊക്കെ തന്നെ വലിയ കേജുകൾ ഉണ്ടാക്കി മത്സ്യകൃഷി നടത്തുന്ന. അപ്പൊ അവിടെയൊക്കെ തന്നെ ഈ മത്സ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും അതിന് ഭക്ഷണവും ഒക്കെ നൽകുന്നുണ്ട്, മറ്റ് അസുഖങ്ങൾ വരാതിരിക്കുന്നതിനുള്ള ആന്റിബയോട്ടിക്. അപ്പോൾ ഇത്തരം ആന്റിബയോട്ടികൾ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വലിയ തോതിൽ നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇല്ല. അപ്പൊ മറ്റ് പൊല്യൂട്ടൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള പദാർത്ഥങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ ഒരു അപ്സ്ട്രീം ഡൗൺസ്ട്രീം ലിങ്കേജ്. അതുപോലെ മറ്റൊന്ന്, നാം ഒരു ജലാശയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നദിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസിനുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഈ റിവർ ഒരു ഇക്കോസിസ്റ്റം ആണ് എന്ന് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. അപ്പൊ റിവറിന്റെ 2 വശങ്ങളിലും ഒരു കൈവരി കെട്ടുകയും അതിനെ റീറ്റെയിനിങ് വാൾ എന്ന പല പേരിൽ നമ്മൾ റിവർ ട്രെയിനിങ് എന്ന് പറയുന്നു, റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നു, മറ്റു പല പേരുകളിലും അത് നാം നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു റൈപ്പേറിയൻ എക്കോസിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി. കാരണം ഒരു നദിക്ക് അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന ജലാശയത്തിന് അതിന് നീളത്തിൽ ഒഴുകുന്നതിനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് പോലെ തന്നെ ഇരുവശങ്ങളിലേക്കും പരന്നൊഴുകാനുള്ള ചേർന്നൊഴുകാനുള്ള അവകാശവും നദിക്കുണ്ട് എന്നത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല എന്നതാണ്. അത് തന്നെയാണ് ഒരു ചെറിയ കുളം എടുത്താലും നമുക്ക് കാണാനായിട്ട്. അപ്പൊ ആ കുളത്തെ നമ്മളൊരു ചെറിയ പോണ്ടാക്കി മാറ്റുകയാണ്. പോണ്ടും നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യലായി നിർമ്മിക്കുന്ന തരത്തിലേക്ക് അതിനെ കരിങ്കല്ലോ മറ്റ് സംവിധാനങ്ങളിലൂടെ നമ്മൾ നിൽക്കുന്നു. അപ്പൊ ഒരു ഇക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയില്ലാത്തതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പലപ്പോഴും നിർവഹിച്ചുകൊണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ എക്കോസിസ്റ്റം സർവീസസ്, ഇത് ഈ സ്ലൈഡ് ഞാൻ കാണിക്കുമ്പോൾ നമുക്ക് MKPയെ കൂടി ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഇത്തരം നമ്മുടെ പ്രകൃതി 4 തരത്തിലുള്ള സർവീസസ് നമുക്ക് നൽകുന്നു എന്ന് വളരെ കാറ്റഗറിക്കലായി നമ്മുടെ മുൻപിൽ പറഞ്ഞു വെച്ചത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ റിപ്പോർട്ടുകളാണ്. ആ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ ഒരു കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ച ഒരാളാണ് പ്രസാദ് സാർ. അപ്പോ അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു വാചകം അല്ലെങ്കിൽ ഈക്കോസിസ്റ്റം സർവീസസിനെ സംബന്ധിച്ച് MKP ധാരാളമായി നമ്മളോടും സമൂഹത്തോടും പറയാനായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറയുക എന്ന ഒരു പ്രക്രിയ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് കേൾക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമുള്ള ആളുകൾ, നമ്മുടെ പ്രകൃതി നമുക്ക് നൽകുന്ന പ്രൊവിഷനിങ് സർവീസ്, റെഗുലേറ്റിംഗ് സർവീസ് ഉണ്ട്, കൾച്ചറൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സർവീസ്.
സോയിൽ ഫോർമേഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ നിർവഹിക്കുന്നതാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ എന്നത് കൂടി തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചൊരു വിഷയമായിരുന്നു എൻവയോൺമെന്റൽ ഫ്ലോ. ഒരു പാരിസ്ഥിതിക നീരൊഴുക്ക് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണൽ, ഹരിത ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട് വിധികൾ പുറപ്പെടുവിക്കുകയും ആ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിലേക്കൊക്കെ പോവുകയും സുപ്രീം കോടതി ഉൾപ്പെടെ ഈ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ നദികളുമായി ബന്ധപ്പെട്ടാണ് ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് ഉണ്ടായതെങ്കിൽ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന അവസരത്തിൽ സുപ്രീം കോടതി കാറ്റഗറിക്കലി ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവായി പുറത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ ലീൻ ഫ്ലോയുടെ 20% നമ്മളിപ്പോ ഇ ഫ്ലോ ആയി കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോൾ കേരളത്തിലെ 44 നദികളുടെയും ഇ ഫ്ലോ റിപ്പോർട്ട് സാങ്കേതികമായി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒരു വെയിറ്റിംഗ് പ്രോസസ്സിലാണ്. കാരണം പലതരത്തിൽ അതിന്റെ ഡേറ്റ ലഭ്യമാകുന്നതിനുള്ള പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടും അത് കൃത്യമായി സ്റ്റാൻഡർഡൈസ് ചെയ്യണം, പല പ്രോസസ്സ് അതിനകത്തുള്ളതുകൊണ്ട് റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. ആ റിപ്പോർട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് അല്ലെങ്കിലും കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നമ്മൾ കേരളത്തിലെ മൊത്തം നദികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 2-3 നദികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ തന്നെ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇ ഫ്ലോ നിലനിർത്താൻ കഴിയാത്ത ഒന്നാണ്. പക്ഷെ അവിടെ ഇ ഫ്ലോ നിലനിർത്താൻ കഴിയുന്ന നദികളുടെ എന്തുകൊണ്ട് അത് നിലനിർത്താൻ കഴിയുന്നു എന്ന ഒരു ചോദ്യത്തിന് നമ്മൾ സ്വാഭാവികമായി എതിർക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ഡാം അല്ലെങ്കിൽ അണക്കെട്ടുകൾ ഉള്ള നദികളിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഫ്ലോ നിലനിർത്താൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം കൂടി സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ 2018 ഫ്ലഡിന് ശേഷം അത്തരം നമ്മുടെ നമ്മുടെ ഈ പ്രളയത്തെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാമുകളുടെ നിർമ്മാണം, അതുപോലെ ഈ ഫ്ലോ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള, അപ്പൊ ഈ ഫ്ലോ അനാലിസിസിൽ കൃത്യമായി വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അല്ലാത്ത നദികൾക്ക് നമുക്ക് ഇത് നിലനിർത്താൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഹിമാചൽ പ്രദേശ് ഞാൻ സൂചിപ്പിച്ച അവിടെ വലിയ തോതിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളുടെ നിർമ്മാണത്തിന് വേണ്ടി വലിയ ഡാമുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് ജലം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് അത്തരം കേസ്. അപ്പൊ നമ്മളിവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഭൂരിപക്ഷം, എന്നാൽ പെരിയാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെരിയാറിന്റെ ഈ ഫ്ലോ നമ്മൾ പരിശോധിച്ചാൽ പെരിയാറിൽ ഈ ഫ്ലോ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. കാരണം നമ്മുടെ ഇടുക്കിയിൽ നിന്ന് ടൈൽ വാട്ടറായി വരുന്ന ജലം പെരിയാറിലേക്ക് എത്തുന്നു, ഭൂതത്താൻകെട്ട് വഴി പെരിയാറിലേക്ക് എത്തുന്നു എന്നതാണ് അവിടെ ഈ ഫ്ലോ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. എന്നാൽ ഈ ഫ്ലോ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ പലതരത്തിലുള്ള പൊല്യൂട്ടൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് അറിയാനും സാധ്യമാകും. മറ്റൊന്ന്, നമ്മുടെ ജലവിഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, നമ്മൾ വളരെ വേഗത്തിൽ ജലവിഭവം എന്ന് പറയുന്ന ഒരു പ്രകൃതി വിഭവത്തെ ആധാരമാക്കി എത്ര വകുപ്പുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ, ഏജൻസികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അതുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. ചേർന്ന് നിന്ന് എന്ന വാക്ക് ശരിയല്ല, ആ വിഭവത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പൊ ചേർന്ന് നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെങ്കിലും ഓരോ കള്ളികളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാനായി സാധ്യമാകുന്നത്. അത് വാട്ടർ റിസോഴ്സ് ആകാം, വാട്ടർ റിസോഴ്സിൽ തന്നെ വാട്ടർ അതോറിറ്റി ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ മൈനിങ് ആൻഡ് ജിയോളജി, എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയാൽ ഒരു 17ഓ അതിലധികമോ ഏജൻസികളെ നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാകും. അത് നമുക്ക് കുറച്ചുകൂടി സ്ലൈഡുകൾക്ക് ശേഷം നമുക്ക് കാണാനായി സാധ്യമാകും. അപ്പോൾ ഒരു പ്രകൃതി വിഭവം നമുക്ക് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട സ്രോതസ് എന്ന നിലയ്ക്ക് ഇതൊരു ഗ്ലോബലി നടക്കുന്ന ഒരു ക്യാമ്പയിനിന്റെ ഭാഗമാണ്. നമ്മുടെ നദികളെ സംബന്ധിച്ച് മനുഷ്യനുള്ളതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് വിധി പ്രസ്താവിക്കുകയും അത് സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് വലിയ തോതിൽ നമ്മൾ ഉൾപ്പെടെ ക്യാമ്പയിൻ ചെയ്യേണ്ടതാണ്. ഇന്റർനാഷണൽ റിവേഴ്സ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് നദികൾക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഭരണഘടന നമുക്ക് നൽകുന്നത് പോലെയുള്ള അധികാരം ഈ റൈറ്റ് ഉണ്ട്. ഈ റൈറ്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ അത്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒഴുകാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് നമ്മൾ തടയണകൾ ആവശ്യമാണ്, പക്ഷെ അത് എവിടെ വേണമെന്ന ചോദ്യം ഉണ്ട്. അതുപോലെ പൊല്യൂഷൻ ഇല്ലാതെ ഒഴുകാനുള്ള അവകാശമുണ്ട്. ഒരു നദിക്കുള്ളിലെ അല്ലെങ്കിൽ ഏതൊരു ജലസ്രോതസ്സിന്റെയും തനതായ അതിന്റെ ജൈവ വൈവിധ്യം നിലനിർത്താനായിട്ട് കഴിയണം. മറ്റൊന്ന് ഏറ്റവും പ്രധാനമാണ് ലാറ്ററലും ലോഞ്ചിറ്റ്യൂഡിനലുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ പരസ്പര ബന്ധിതമായി അത് മുന്നോട്ട് പോവുക എന്നത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാനായി ശ്രമിക്കുന്നത്
നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജലവിഭവ മേഖല പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇതാണ് 22-ലേതാണ് നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ജലവിഭവ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ റെപ്രസെന്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേ എന്ന് പറയുന്ന നേരത്തെയുള്ള IPCCയുടെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് SAPCC 2022 നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയതനുസരിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കി ഇത് പരിശോധിക്കുമ്പോൾ പലതരം പ്രശ്നങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക എന്നതാണ്. അപ്പോ വയനാട്, കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് അങ്ങനെയുള്ളൊരു ജില്ലയുടെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 9 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക ഒരു ലിമിറ്റഡ് ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അതുപോലെ മറ്റൊന്ന് നമ്മുടെ തിരുവനന്തപുരം, കോട്ടയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂർ സർഫസ് വാട്ടർ ക്വാളിറ്റി, അത് ഈ 2 ജില്ലകളിൽ മാത്രമല്ല ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയുകയാണ്. അതുപോലെ തൃശ്ശൂരും എറണാകുളവും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധ്യമാകും എന്നതാണ്. അതുപോലെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വന്നാലും ഹൗസ് ഹോൾഡിനെ എടുത്താൽ അത് ട്രീറ്റഡ് വാട്ടർ സപ്ലൈ കിട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതാണ് നമ്മളിപ്പോൾ പരിഹരിക്കാനായി എറണാകുളത്ത് ഒരു പ്രത്യേക പ്രവർത്തനത്തിലൂടെ വാട്ടർ അതോറിറ്റി നടത്തുന്ന പ്രവർത്തനം എന്ന രൂപത്തിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ ആളുകൾക്ക് ജലം എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ എയർ ക്വാളിറ്റി ഇമ്പാക്റ്റും തീർച്ചയായിട്ടും നമ്മുടെ ഒരു സർഫസ് വാട്ടറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതും നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടത്. അപ്പൊ അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ വാട്ടർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റൽ ഇറോഷൻ, അതൊരു സലിനിറ്റി ഇൻട്രൂഷനെയും നമ്മുടെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് എത്താം. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കുറവ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുന്നതിനുള്ള, അതുപോലെ പൊല്യൂഷൻ കോഴ്സ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നതാണ്. ഗ്രൗണ്ട് വാട്ടറിന്റെ ഡിപ്ലീഷൻ നമ്മൾ പൊതുവിൽ പറയുന്നുണ്ടെങ്കിലും ഈ MGNRESമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കഴിഞ്ഞൊരു 8-10 വർഷമായി വാട്ടർ കൺസർവേഷനിൽ നമ്മൾ വലിയ തോതിലുള്ള ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ചെറിയ തോതിലെങ്കിലും നമുക്ക് പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വലിയ തോതിലുള്ള വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിലേക്ക് പ്രായോഗികമായി കേരളം പോലുള്ള പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശത്ത് വലിയ സ്ട്രക്ചറുകൾ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വാട്ടർ സ്റ്റോറേജ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ആ ജലം കാർഷിക ആവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനും നമ്മുടെ കുടിവെള്ളത്തിനുമൊക്കെ വിനിയോഗിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 23 എന്ന് പറയുന്നത് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ വർഷമായി നമ്മൾ കണക്കാക്കുന്നു. അതിൽ തന്നെ 89 ദിവസങ്ങൾ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് പോയ ദിവസങ്ങളുടെ എണ്ണം 89ഓളം ഉണ്ട് എന്നാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏറ്റവും അവസാനം പുറത്തിറക്കിയ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എൽനിനോയുടെ പ്രഭാവമായിരിക്കാം അത് നമ്മുടെ 2016-17 വരൾച്ച വീണ്ടും നമ്മൾ എത്തി. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. 5 വർഷത്തിലൊരിക്കൽ അത് മാറിയും അല്ലെങ്കിൽ അപ്പുറം എൽനിനയാണോ ലാനിനയാണോ എന്ന ചില ചോദ്യങ്ങൾ, ചില ഇമ്പാക്ട്. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം എൽനിനയുടെയും ലാനിനയുടെയും പ്രഭാവത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കേരളം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പല സെക്ടറുകളുമായി ഇതിനെ ബന്ധിപ്പിക്കാനായിട്ട്, അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഉണ്ട്, ഫ്ലഡ് ആൻഡ് ഡ്രോട്ട് ഉണ്ട്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഹരിതഗ്രഹ വാതകങ്ങളുടെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നഗരവൽക്കരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അത് വർദ്ധിക്കുന്നു. ജലവിഭവ മേഖലയിൽ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെഡിമെന്റ് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച്
തീർച്ചയായിട്ടും നമ്മുടെ ഒരു പൊതുധാരണയുണ്ട്, നമ്മൾ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലം വളരെ കണ്ണാടി പോലെ ഇരുന്നാൽ അതാണ് ഏറ്റവും നല്ല ജലം. തീർച്ചയായിട്ടും അത് നല്ലതാണ്. പക്ഷേ ഒരു ഹൈഡ്രോളജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ, ഒരു ചെറിയ സെഡിമെന്റ് ലോഡോടുകൂടി വെള്ളം ഒഴുകുന്നതാണ് വളരെ ശക്തമായ നല്ല നദി എന്ന്. പക്ഷെ ആ സെഡിമെന്റ് ലോഡും പലപ്പോഴും നമുക്ക് കുറയുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അപ്പൊ സെഡിമെന്റ് ലോഡ് കുറയുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് കല്ലട നദിയിലാണ് നമ്മൾ കല്ലട ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത് ഒരു സെഡിമെന്റിന്റെ കൂടി ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ സെഡിമെന്റ് ലോഡ് ഇങ്ങോട്ടേക്ക് വരാതാവുകയും ഇപ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മൺട്രോത്തുരുത്ത് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ സുന്ദർബൻ ഒരു വലിയ ഡെൽറ്റ പ്രദേശമാണ്. ആ ഡെൽറ്റ പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടുന്ന ഡെൽറ്റ എത്താതിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യസമ്പത്തിൽ കുറവ് സംഭവിക്കുന്നു. നിലവിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ വെള്ളപ്പൊക്ക പ്രതിരോധ സ്ട്രക്ചറുകൾ അത് വീണ്ടുകീറുന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല മാറ്റങ്ങൾ അവിടെ. അപ്പൊ ഇന്ത്യയെക്കാൾ കൂടുതൽ അത്തരം പ്രശ്നം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെയാണെന്നുള്ളതുകൊണ്ട് നാം ഇന്ത്യയിൽ ഇത് വലിയ ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ചേഞ്ച് ഇൻ വാട്ടർ യൂസ്. അപ്പൊ നമ്മളൊക്കെ തന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ ദൈനംദിനം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടന്നു പോയിരുന്ന നാം സൈക്കിളിലേക്കും, സൈക്കിളിൽ നിന്ന് സ്കൂട്ടറിലേക്കും, സ്കൂട്ടറിൽ നിന്ന് കാറിലേക്കും, ഇന്ന് ഒന്നിലേറെ കാറുകളും ഒന്നിലേറെ സ്കൂട്ടറുകളുമുള്ള വീടുകളായി നാം മാറും. അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കള ഒക്കെ തന്നെ ഒരു ചെറിയ യന്ത്രവൽകൃതമായ ഒരു ചെറിയ ഒരു ഫാക്ടറി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതും മറ്റൊരു തരത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു ഈ വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ പരിഹരിക്കാനായി സാധ്യമാകും എന്നുള്ളതിന് നമ്മുടെ മുമ്പിലുള്ള ഒരു നല്ല തെളിവ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് ആണ്. ആ യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റിലെ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് അവരെ പ്രതിദിന LPCD എന്ന് പറയുന്നത് 200 ലിറ്റർ ആയിരുന്നു ഒരു ആവറേജ് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവര് ഈ വാട്ടർ യൂസ് എഫിഷ്യൻസി, അവരുടെ വീടുകളിലെ ടാപ്പുകൾ മാറ്റിവെക്കുക, ഉപയോഗിക്കുന്നതിന്റെ ശീലം മാറ്റുക, അതുപോലെ നമ്മുടെ വാഷ്റൂമുകളിലെ ലാട്രിനിലെ സിസ്റ്റേൺസ് നമ്മൾ മാറ്റിവെക്കുക, അങ്ങനെയുള്ള പലതരം പ്രവർത്തനങ്ങളിലൂടെ നേരത്തെ ഈ 200 ലിറ്റർ എന്നുള്ളത് ഇപ്പോൾ അവരത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ശരാശരി ഉപയോഗം 120 ലിറ്റർ ആയി. എന്ന് പറഞ്ഞാൽ 80 ലിറ്റർ അവർക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോയി. അപ്പൊ 80 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 20 രൂപ കൊടുത്ത് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും 80 ലിറ്റർ എന്തുമാത്രം പണമാണ് അവർക്ക് മാറ്റിവെക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് ഈ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായി സാധ്യമായി എന്നതാണ്. അതെല്ലാ മേഖലയിലും ആ പ്രവർത്തനങ്ങൾ, ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവര് ഈ വാട്ടർ യൂസ് എഫിഷ്യൻസിയിലേക്ക് എത്തിപ്പെട്ടു എന്നതാണ്. അതുപോലെ മറ്റൊന്ന്, ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ജലവിഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലുണ്ട്. അതിനകത്ത് നമ്മളെ ഈ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റും, എത്രയൊക്കെ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തിയാലും അതിനകത്തൊരു വലിയ തോതിൽ ഒരു 10-20% അതിന്റെ റെസിഡ്യൂസ് അവശേഷിക്കും. അപ്പൊ നമുക്ക് UNEP-യുടെ കണക്കുകൾ പറയുന്നത് ഈ മൈക്രോ പ്ലാസ്റ്റിക്കായി മാറുന്നതിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതലായി അതിന് സഹായകരമായി തീരുന്നത് നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് എന്നതാണ്. അത് ഏതാണ്ട് ഒരു 26% അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു മിൽമ കവർ മേടിച്ചാൽ അതിൻ്റെ ഒരു അറ്റം നമ്മൾ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുന്ന ഒരു എഡ്ജ്, ആ ഒരു ചെറിയ ട്രയാങ്കിൾ പോർഷൻ അവിടെ കിടക്കുന്നു. അത് നമ്മൾ മറ്റൊരു ചാലിലേക്ക് വരുന്നു, ആ ചാലിൽ നിന്ന് നദിയിലേക്ക് വരുന്നു, നദിയിൽ നിന്ന് കടലിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കൂടുതൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയും വലിയ തോതിൽ ഇന്ന് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ CWRDM നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഭാരതപ്പുഴ റിവർ ബേസിനിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇപ്പൊ നമുക്ക് റെയിൻഫോളിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡിക്ലൈൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ ചൂടിന്റെ കാര്യത്തിലാണെങ്കിൽ വർധനവ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റഡി ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. അതിന്റെ അടുത്ത റിസൾട്ടിന് വേണ്ടി നമുക്ക്, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത്ര, കാരണം ഈ മഴയുടെ ലഭ്യതയിൽ കുറവ് സംഭവിക്കുമ്പോൾ നദികളിലെ നീരൊഴുക്കിൽ കുറവ് സംഭവിക്കും. നദിയുടെ നീരൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് നദിയുടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും
അതുപോലെ തന്നെ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിലും എല്ലാം വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പുറത്ത് ചൂട് വർദ്ധിക്കുമ്പോൾ ഈ ലഭ്യമായ ജലത്തിൽ തന്നെ അത് നീരാവിയായി മാറുന്നത് വർദ്ധിക്കുകയും ചെയ്യും. ഇത് വളരെ വലിയ മഴയായി നമുക്ക് ലഭ്യമാകുമെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഒഴുകി പോകുന്നു എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച്. അപ്പൊ ഇതിനകത്ത് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ നമ്മൾ വാട്ടർ മിഷനുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളാണ്. അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഈ വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റംസ് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ലഭ്യമാക്കണം എന്നതാണ്. അതിനുള്ള ശ്രമം നമ്മുടെ ദേശീയ തലത്തിലൊക്കെ കുറെ ഡേറ്റകൾ ലഭ്യമാണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളോ പ്രവർത്തനങ്ങളോ നമ്മൾ നടത്തുന്നില്ല എന്നതാണ്. അതുപോലെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓഗ്മെന്റേഷൻ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അത് കുടിവെള്ളത്തിന്റെ കാര്യമെടുത്താലും ജലസേചനത്തിന്റെ കാര്യമെടുത്താലും അനിമൽ ഹസ്ബൻഡറിയുടെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടെടുത്താലും ഡയറി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടെടുത്താലും ഏത് കാര്യം എടുത്താലും ഈ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ചോ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലോ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും വരുന്നില്ല എന്നത് പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയായി കാണണം. കാരണം അതൊരു ഡോക്യുമെന്റായി നിൽക്കുകയും ഡിപ്പാർട്ട്മെന്റുകളും മറ്റ് പ്രാദേശികമായിട്ടാണെങ്കിൽ പ്രാദേശിക സർക്കാരുകൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട. അതുപോലെ ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയ നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബ്ലോക്ക് മാത്രമാണ് ഇപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ജലവിഭവവുമായി ബന്ധപ്പെട്ട് 20% വാട്ടർ യൂസ് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചതെങ്കിലും ഇതുവരെ നമുക്ക് ഒരിടത്തേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു റിവർ ബേസിൻ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംയോജിത നീർത്തട അടിസ്ഥാനത്തിലാകണം ആ പ്രദേശത്തിന്റെ നാച്ചുറൽ റിസോഴ്സിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു മരമാണെങ്കിലും 10 മരമാണെങ്കിലും ആ ഒരു ചെറിയ വാട്ടർഷെഡ് ഏരിയക്കകത്ത് വരികയാണെങ്കിൽ അതിനെ സംരക്ഷിക്കാനും കൂടുതൽ പച്ചപ്പ് ഉണ്ടാക്കാനും ശ്രമിക്കുക, ജലസംരക്ഷണത്തിന് ശ്രമിക്കുക എന്ന് പറയുന്ന ഈ ഇന്റഗ്രേറ്റഡ് ഈ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് വാട്ടർഷെഡ് ബേസിലാകണം അല്ലെങ്കിൽ റിവർ ബേസിൻ അടിസ്ഥാനത്തിലാകണം എന്നത് ഇന്നും ചർച്ചയായി തന്നെ അങ്ങനെ ചർച്ചയായി തന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ഈ ഒരു സ്ലൈഡിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ ഈ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ് ഉണ്ടാക്കി 2018-ലും 2019-ലും ആ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അതിനുശേഷം ഡേറ്റകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും റിപ്പോർട്ടിന്റെ രൂപത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ അത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ രണ്ടറ്റത്തും ചെറിയ ചുവന്ന കളർ നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. ഇടയ്ക്ക് വരുന്ന പ്രദേശം ഒരു മഞ്ഞ കളറിലും കാണാൻ. എന്നാൽ ഇന്ത്യയുടെ ഭൂരിപക്ഷം പ്രദേശവും ചുവന്ന കളറിലാണ് നമുക്ക് കാണാനായി സാധ്യം. അപ്പോൾ ഒരു ബേസ് ലൈനായിട്ട് നമ്മുടെ ഒരു വാട്ടർ സ്ട്രെസ് ഉള്ള പ്രദേശമാണ് എന്നത് കാണിക്കുന്നതാണ് ചുവന്ന കളറിൽ നമുക്ക് കാണാനായി കഴിയുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുപോലെ ഈ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സ്ഥാനം 12ആണ്. അപ്പോൾ ഈ 3000 മില്ലിമീറ്റർ മഴ ശരാശരി ലഭ്യമാകുകയും 40,000-ലേറെ പൊതുകുളങ്ങൾ ഉണ്ടാവുകയും അതിനടുത്തല്ലെങ്കിലും 10,000-ഓളം സ്വകാര്യ കുളങ്ങളൊക്കെ ഉള്ള അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ 50,000-ലേറെ കുളങ്ങളുള്ള, അതിനു പുറമെ നദികളും മറ്റ് തണ്ണീർത്തടങ്ങളും അതുപോലെ ഉൾനാടൻ ജലവും ഒക്കെയുള്ള നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട പട്ടികയിൽ 12ാം സ്ഥാനത്തെത്തി എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് ഒരുപാട് പാരാമീറ്റർ ഏതാണ്ട് 31ഓളം പ്രശ്നങ്ങളെ അപഗ്രഥിച്ചിട്ടാണ് ഈ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സിൽ സംസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുള്ളത് 1, 2, 3. അപ്പൊ അങ്ങനെ വരുന്ന ഘടകങ്ങൾ അത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇത് 2024-ലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള UN-ന്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്ടർ സ്ട്രെസ് എന്ന് പറയുന്നത് വലിയ തോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. നമ്മുടെ സെക്രട്ടറി ജനറൽ UN സെക്രട്ടറി ജനറൽ ഈ വർഷം UN മുൻപാകെ വെച്ചിട്ടുള്ള കണക്കനുസരിച്ച് വളരെ വലിയ സംഖ്യ ആളുകൾ 2.2 ബില്യൺ ആളുകളാണ് വളരെ സുരക്ഷിതമായ ജലം ലഭ്യമല്ലാത്ത ആളുകളായി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ.
അതുപോലെ കുടിവെള്ള ലഭ്യതയുമായി ബന്ധപ്പെട്ട് വളരെ സേഫ് ആയിട്ടുള്ള കുടിവെള്ളവും സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്ത ആളുകളുടെ എണ്ണം ഏതാണ്ട് 3.5 ബില്യൺ വരും എന്നതാണ്. അപ്പൊ ആ കണക്കുകളാണ് നമുക്കിവിടെ ആ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നത്. അപ്പൊ അത് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഈ വർഷം മെയ് 2 തീയതിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പൊ അതിൽ പറയുന്ന ഈ പറഞ്ഞ 2.2 ബില്യൺ പീപ്പിളിനകത്തോ 3.5 ബില്യൺ പീപ്പിളിനകത്തോ തീർച്ചയായിട്ടും നമ്മളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളോ കൂടി തീർച്ചയായിട്ടും വരും എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ജലവിഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇതിന്റെ ആധികാരികമായി ഇതിന്റെ ഒരു റിന്യൂവൽ പ്രോസസ്സിനെ കുറിച്ച് കൂടി പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അടിസ്ഥാനപരമായി നമുക്ക് ഒരു പ്ലാനിങ് പ്രോസസ്സിലേക്ക് പോകാനായിട്ട് കഴിയും. പോളാറും മറ്റ് ഓഷ്യൻസിലും നമ്മൾ എടുക്കേണ്ട, തിരിച്ച് നമ്മുടെ ഒരു ലേക്കിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നദിയിലേക്ക് വന്നാൽ ഒരു 16 ദിവസത്തിനിടയ്ക്ക് ഈ വാട്ടർ റിന്യൂവൽ നടക്കുന്നു എന്നതാണ് യുനെസ്കോയുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ കണക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലേക്ക് എടുത്താൽ, ഒരു തടാകം എടുത്താൽ 17 വർഷത്തിലൊരിക്കൽ അത് ടോട്ടലായിട്ട് റിന്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത് ഈ പോളാർ ഐസും ഒക്കെ ഉരുകി തുടങ്ങിയിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയ തോതിൽ ആശങ്കകൾ സൃഷ്ടിക്കാനുള്ള വക നൽകുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ നമ്മളിവിടെ കാണാൻ കഴിയുന്നത് 2031 ആകുന്നതോടുകൂടി നമ്മുടെ വാട്ടർ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. അതിനകത്ത് ഈ ഇൻഡസ്ട്രിയൽ വാട്ടറിന്റെ കാര്യത്തിൽ മാത്രമാണ് 2031 ആകുമ്പോഴത്തേക്കും ചെറിയ കുറവ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. കാരണം ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള വ്യവസായങ്ങളല്ല കേരളത്തിൽ പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സേവന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങളാണ് കൂടുതലായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പെർസ്പെക്റ്റീവ് പ്ലാനിലെ കണക്കാണിത്. അപ്പോൾ എന്നാൽ ഈ പാരിസ്ഥിതിക നീരൊഴുക്കുമായി ബന്ധപ്പെട്ട് എൻവയോൺമെന്റൽ നീഡ് എന്ന് പറയുന്നതിന് ആവശ്യമായി വരുന്ന ജലത്തിന്റെ അളവ് വർദ്ധിച്ചു വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകുന്ന, ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ജലം ഒരു 2030-35 ഒക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് തികയാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നുള്ളതാണ്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മളിത് അഡ്രസ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സപ്ലൈ സെക്ടറിലും ഡിമാൻഡ് സെക്ടറിലും ഒക്കെ തന്നെ ഇത് അഡ്രസ് ചെയ്യണം. എന്നാൽ ഈ വാട്ടർ ഗവേണൻസുമായിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ തന്നെ പോളിസിയെ സംബന്ധിച്ച് 2008 പോളിസിയാണ് ഇവിടെ ഉള്ളത്. 2008 പോളിസിയുടെ ചില പരിമിതികൾ എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് നമ്മുടെ ജലവിഭവ മേഖലയെ സ്വാധീനിക്കുക എന്നതിന്റെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അതിനകത്ത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അത് പുതുക്കുന്നതിനുള്ള ശ്രമം ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സപ്ലൈ സെക്ടറും അതിൻ്റെ ഒരു ഡിമാൻഡ് സെക്ടറും, ഈ രണ്ട് ഘടകങ്ങൾ എങ്ങനെയാണ്, അവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് ഘടകങ്ങൾ, അത് വരൾച്ചയാണെങ്കിലും ഫ്ലഡ് ആണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും ഒക്കെ തന്നെ അത്തരം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ വളരെ വലുതാണ് എന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ചലഞ്ചസ് എങ്ങനെ നമുക്ക് അഡ്രസ്, അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ തോതിലുള്ള പെർ ക്യാപിറ്റ അവൈലബിലിറ്റിയാണ് നമുക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ അങ്ങനെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി നമുക്ക് ഉള്ളത് നിലനിർത്തി പോകാൻ കഴിയുന്ന തരത്തിൽ മഴ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാവുന്ന പോലെ അവരുടെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ് എന്ന് പറയുന്നത്, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ് ഒരു ശരാശരി മാലിന്യമുക്തമാക്കുന്ന പ്രക്രിയ മാത്രമേ അവിടെ നടക്കുന്നു. എന്നാൽ വലിയ തോതിൽ ശാസ്ത്രീയമായി ജലം നമുക്ക് ഈ ഡ്രിങ്കിങ് വാട്ടറിന് ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽഡ് വാട്ടർ ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്ന പ്ലാന്റുകൾ അതിന്റെ എണ്ണം വളരെ കുറവുമാണ്. അപ്പോൾ മറ്റു പ്ലാന്റുകളൊക്കെ തന്നെ അങ്ങനെയുള്ള ക്വാളിറ്റിയിലേക്ക് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ സാമ്പത്തികം ആവശ്യമാണ്. അതോടൊപ്പം നമ്മുടെ ഒരു
ഈ കോസ്റ്റൽ ഏരിയാസിലും ഹൈ റേഞ്ചിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള മൈക്രോ മൈനർ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ് ഒക്കെ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർഷെഡ് അപ്രോച്ചിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുന്നത് ജലലഭ്യതയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇത് നമ്മള് ഒരു ഈ സ്ലൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നത് നമ്മളിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രക്രിയ, നദിക്ക് അതിന്റെ തനതായ ആവാസ വ്യവസ്ഥയിൽ ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഇത് ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതും ജലത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രക്രിയയാണ് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന ആശയം. പക്ഷേ നമ്മളെ പോലെ ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നദിയുടെ നീളത്തിലും കുറുകെയുമുള്ള ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു പ്രക്രിയ അല്ല. അപ്പൊ ജലലഭ്യത ഇത് വർദ്ധിപ്പിക്കും, അതിന്റെ സ്ഥായിത്വം അല്ലെങ്കിൽ അതിന്റെ സസ്റ്റൈനബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുമെങ്കിലും അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായി അത്ര ലളിതമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇപ്പൊ 2017 ഫ്ലഡ് ഉണ്ടാകുമ്പോൾ തന്നെ പെരിയാറൻ എന്ന് പറയുന്ന നദിയുടെ ചില പ്രദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 8 കിലോമീറ്ററിനടുത്ത് ഫ്ലഡ് വാട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്രയും വരുന്നതാണ് അതിൻ്റെ ഒരു ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ 50 വർഷത്തിലൊരിക്കൽ 1 in 50, 1 in 25, 1 in 5, 1 in 10 ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാമെങ്കിലും അവിടെ ഇതൊരു പ്രധാനപ്പെട്ട, അപ്പൊ ഇത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന ആശയം ഒരു നദിയുടെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് നിലനിർത്താനും അതിനൊഴുകാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കും എന്നതും നമ്മുടെ ഒരു ജലസുരക്ഷയെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ജലസുരക്ഷ മാത്രമല്ല, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയും ഒക്കെ അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ അതിന്റെ നിർവഹണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തുമാത്രം സാധ്യമാണ് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഘടകം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വാമനപുരം നദി, അത് 2019 അടുത്ത സ്ലൈഡിലേക്ക് അത് വരാം. 2018 കഴിഞ്ഞ ഫ്ലഡിൽ അതിന്റെ ഇൻടേക്ക് പൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. ഏപ്രിൽ 8-നാണ്. അപ്പൊ 18-ലും 19-ലും ഫ്ലഡ് ഉണ്ടായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അത്ര വലിയ തോതിൽ ആ വെള്ളപ്പൊക്കം സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും മഴ ആവശ്യത്തിന് ലഭ്യമായി എന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ ഇൻടേക്ക് വെല്ലുകൾ ഇങ്ങനെയാണ്. ഏതാണ്ട് 36ഓളം റൂറൽ അർബൻ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ് നിലനിർത്തുന്ന ഒരു നദിയാണ് വാമനപുരം. ഇതുപോലെ തന്നെയാണ് കേരളത്തിന്റെ ഭൂരിപക്ഷം നദികളുടെയും അവസ്ഥ. ഇത് വീണ്ടും നമ്മൾ വന്നാൽ അത് ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്, 2024 നമ്മൾ മറ്റേത് കണ്ടത് 2019 എന്നതാണ്. അപ്പോൾ ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയ തോതിൽ ജലം ഇല്ല എന്ന് കാണാം. അതുപോലെ തന്നെ അതിന്റെ പുറത്ത് പേപ്പാറ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയും അതോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ആ ഒരു നദിയുടെ വൃഷ്ടി പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദ്രുതം മാറ്റങ്ങളാണ് ഇതിന് കാരണമായിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പഴിചാരുമ്പോൾ തന്നെ അപ്പോ ഇന്റൻസിറ്റി വളരെ കൂടുന്നു, ടൈം ആൻഡ് സ്പേസ് വേരിയേഷൻ വർദ്ധിക്കുന്നു, സ്ഥലകാല വ്യതിയാനം എന്ന് പറയുന്നത് മാറുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് നാം നടത്തുന്ന അല്ലെങ്കിൽ മനുഷ്യ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ നദികൾ അല്ലെങ്കിൽ തോടുകൾ. ആ തോടുകൾ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഓർഡർ ആകാം, ഒന്നാം നിര ചാലുകൾ എന്ന് നമ്മൾ അതിനൊരു ലളിതമായ മലയാളം കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആകാം, ഒരു തേർഡ് ഓർഡർ മുതലൊക്കെ ആയിരിക്കും നദിയുടെ വന്നു ചേരുന്ന തോടുകളിലെ നീരൊഴുക്ക് കുറച്ചെങ്കിലും ഒരു സ്ഥായിത്വമുള്ളത്. ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു എഫെമറൽ, മഴ പെയ്യുന്ന സമയത്ത് മാത്രം ഉള്ളതാണ്. പക്ഷെ എന്നാലും അതിൽ നിന്ന് അതിന്റെ അടിഭാഗത്തു കൂടി ഗ്രൗണ്ട് വാട്ടറായി സബ്സർഫസ് വാട്ടറായി കിനിഞ്ഞ് ഇത് മൂന്നാമത്തെ ഓർഡറിലേക്ക് എത്താൻ സഹായിക്കും. പക്ഷെ അങ്ങനെ എത്താൻ സഹായിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇന്ന് നമ്മൾ വലിയ തോതിൽ മാറ്റം വരുത്തി എന്നതാണ്. മറ്റൊന്ന്, ആ പേപ്പാറ ഡാമുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിൽ ഏറ്റവും പുതുതായി നിർമ്മിച്ച ഡാമുകളിൽ ഒന്നാണ് പേപ്പാറ ഡാം. പക്ഷെ ആ ഡാം നിർമ്മിച്ച്
ചുരുങ്ങിയ വർഷം കൊണ്ട് അതിന്റെ ഏതാണ്ട് 27% സ്റ്റോറേജ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടൊരു ഡാം കൂടിയാണ്. അത് കരമന റിവറിലാണ് അതുള്ളത്. അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ തന്നെ അരുവിക്കര എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിലേക്ക് വെള്ളം കൊടുക്കുന്ന 2 MLD ഒരു വലിയ സ്രോതസ്സുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് 2 MCM അവിടെയും അതിന്റെ 50%, 49+% സിൽട്ടേഷനാണ്. അപ്പൊ അത് നമ്മുടെ ഡാമുകളിലേക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കുളങ്ങളിൽ ചെറിയ തോതിൽ സിൽട്ട് അടിയുന്ന പോലെ തന്നെ ഡാമുകളിലേക്കും അടിയുന്നുണ്ട്. ഡാമുകളിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പലതും നമുക്ക് ലഭ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വന്നത് ഈ പറഞ്ഞ പേപ്പാറ ഡാമിലാണ് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ഒരു മൾട്ടിപ്പിൾ യൂസർ ആണ്. നമുക്ക് അവസാനിപ്പിക്കുക. ഈ മൾട്ടിപ്പിൾ യൂസർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ധാരാളം വകുപ്പുകളും പ്രവർത്തനങ്ങളും ചേർന്നതാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വകുപ്പുകളെയും ഏജൻസികളെയും എങ്ങനെ നമുക്ക് കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാം എന്നത് ഒരു ചോദ്യമാണ്. അതിനകത്ത് ഒരു ഏജൻസി മാത്രമാണ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു നല്ല ഉദാഹരണമായി നമ്മൾ സമീപകാലത്ത് ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ജലസമൃദ്ധി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു പ്രവർത്തന പരിപാടിയാണ്. ഒരു പ്രോജക്റ്റ് എന്ന് പറയാൻ കഴിയില്ല, അതൊരു പ്രവർത്തന പരിപാടിയാണ്. അവിടുത്തെ MLA ശ്രീ IV സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ്, ലാൻഡ് യൂസ് ബോർഡിനെ ഒരു നോഡൽ പോയിന്റായി വെച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടുകൂടി നമുക്ക് അവിടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പൊ ധാരാളം പ്രവർത്തനങ്ങൾ, അത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആകാം, നമ്മുടെ തോടുകൾ കൃത്യമായി പുനരുജ്ജീവിപ്പിക്കുന്നതാകാം, കുളങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതാകാം, പുതിയ ഫാം പോണ്ടുകളുടെ നിർമ്മാണമാകാം, അപ്പൊ അങ്ങനെ കുളങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്നതാകാം, ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനമാകാം, തരിശായി കിടന്ന നിലങ്ങൾ വീണ്ടും കൃഷിയോഗ്യമായ പ്രവർത്തനം. അപ്പൊ ഇങ്ങനെ ചേർന്നിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ. അതുപോലെ ക്വാറി പോണ്ടുകളിൽ നിന്ന് ജലം എങ്ങനെയാണ് നമുക്ക് കിണറുകളുടെ റീചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധ്യമാകും, ക്വാറി പോണ്ടുകളുടെ ജലം എങ്ങനെയാണ് നമ്മുടെ ഒരു വരൾച്ചാ സമയത്ത് തോടുകളെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധ്യമാകും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ജലവിഭവ മേഖലയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ആക്ഷൻ പ്ലാനിലേക്ക് നമ്മുടെ സംസ്ഥാനം പൊതുവിൽ നീങ്ങിയെങ്കിൽ മാത്രമേ അതിന് വളരെ താല്പര്യപൂർവ്വം നേതൃത്വം ഏറ്റെടുത്ത് നിൽക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നത് പ്രധാനമാണ്. അപ്പൊ കാട്ടാക്കട ഒരു ഉദാഹരണമായി നമ്മൾ പറയുമ്പോൾ ഇത് അതിന്റെ തന്നെ മറ്റൊരു പട്ടികയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ജലവിഭവ മേഖലയെ മുന്നോട്ട് നയിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ഇതിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക്, ഒരു കള്ളിയിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ ഒരു കള്ളിയിൽ നിർത്തുക എന്ന് പറയുന്നത് ജലവിഭവത്തെ സംബന്ധിച്ച് ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. കാരണം അത് നമുക്കറിയാവുന്ന പോലെ വളരെ പരന്നൊഴുകുന്ന ഒരു പ്രകൃതി വിഭവമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് ചില ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഒഴിച്ചാൽ മറ്റ് കാര്യങ്ങളില്ല. കർണാടകയുമായൊന്നും നമുക്ക് വലിയ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. തമിഴ്നാടുമായി ചെറിയ ചെറിയ ചില കാര്യങ്ങളുള്ളൂ. അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ. പക്ഷേ ഈ ജലവിഭവത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് ശുദ്ധജലമായി ലഭ്യമാക്കുന്നതിനും നമ്മുടേതായ ആവശ്യത്തിന് വിനിയോഗിക്കുന്നതിനും ഒക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇപ്പൊ 2017 വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ജലം മലിനമായാൽ അല്ലെങ്കിൽ ജലമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ലോകത്തെ ആകെ പണിയെടുക്കുന്ന ആളുകളുടെ 47% ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും വലിയൊരു സംഘം ആളുകൾ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മുടെ പ്രദേശത്ത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പറ്റിപ്പോകുന്ന വേമ്പനാട് കായൽ കൊണ്ട് അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതിൽ ജലമില്ലാതായാൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഉപജീവന മാർഗം എങ്ങനെയായിരിക്കും? നദികളുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുക. അപ്പൊ വേമ്പനാട് കായലിലെ ജലസ്രോതസ്സിന്റെ ശോഷണം സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവിടുത്തെ ടൂറിസം മേഖലയെ ബാധിക്കും. അതൊരു പുതുതായി വികസിച്ചു വന്നതാണ്. ബേയിലെ ബാധിക്കും, മത്സ്യബന്ധനത്തെ ബാധിക്കും. ഈ രണ്ട് മേഖലയെ ബാധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്ന മറ്റാളുകളെ ഇത് ബാധിക്കും. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ അതിനകത്ത് പറയുമ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പരിശോധിച്ചാൽ, നമ്മളൊക്കെ തന്നെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തണമെങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോവുകയാണ് ചെയ്യുക, സ്വന്തമായി വാഹനമില്ലാത്ത ആളുകൾ. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിന്റെ വേഷം മുഷിഞ്ഞതാണെങ്കിലോ
ഓട്ടോറിക്ഷ കൃത്യമായ ഇടവേളകളിൽ കഴുകി വൃത്തിയാക്കിയിട്ടില്ലാത്തതാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അതിൽ കയറത്തില്ല. അപ്പോൾ വാട്ടറും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വാഹനം ഓടിക്കുന്നയാൾക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ല, അയാൾക്ക് വരുമാനം ഉണ്ടാകുന്നില്ല, നമ്മൾ അതിൽ കയറുന്നില്ല. അപ്പൊ അങ്ങനെ കൂടി നേരിട്ട് മാത്രമല്ല ഇൻഡയറക്ട്ലി പോലും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമായി ജലലഭ്യതയെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജലത്തെ നമ്മൾ അങ്ങനെ കാണുക എന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ മറ്റൊരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജലവിഭവത്തിന്റെ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മുടെ സോയിൽ മോയ്സ്ചർ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെങ്കിലും നമ്മൾ ദൈനംദിനം കഴിക്കുന്ന അരി ഉൽപ്പാദിപ്പിക്കണം. 1 കിലോഗ്രാം അരി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ഏതാണ്ട് 5000 ലിറ്റർ വെള്ളം വേണം. ചെറിയ വേരിയേഷൻ, 500 ലിറ്ററിന്റെയൊക്കെ വേരിയേഷൻസ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇവാപ്പോ ട്രാൻസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കും. അതുപോലെ 1 കിലോഗ്രാം ബീഫിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറ്. പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ ബീഫ് കഴിക്കുക, എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മോശമാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ബീഫ് കഴിക്കുക നല്ലതുമാണ്. പക്ഷെ 1 കിലോഗ്രാം ബീഫിന്റെ ഉൽപാദനത്തിന് വേണ്ടി വരുന്ന ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് 15000 ലിറ്ററാണ്. അപ്പൊ നമ്മളൊരു കടയിൽ നിന്ന് ഒരു ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഇറച്ചിക്കടയിൽ നിന്ന് 1 കിലോഗ്രാം ബീഫ് മേടിച്ച് ഒരു കിറ്റിനകത്താക്കി, അത് നമ്മളാണെങ്കിൽ അത് പ്ലാസ്റ്റിക് കിറ്റല്ല, തുണിസഞ്ചിയാണ് എന്ന് നമുക്ക് കണക്കാക്കാം. അതിലേക്ക് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്കിനേക്കാൾ വലിപ്പമുള്ള ടാങ്കിൽ സൂക്ഷിക്കേണ്ട അത്രയും ജലമാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ടീഷർട്ടിന്റെ ഉൽപാദനത്തിന് ഏതാണ്ട് വേണ്ടി വരുന്ന ഒരു കോട്ടൺ ടീഷർട്ട് ആണെങ്കിൽ 2000 ലിറ്റർ വെള്ളം. അപ്പൊ ഇങ്ങനെയാണ് ജലത്തിന്റെ, ഇത് വിർച്വൽ വാട്ടർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു വലിയ തോതിലുള്ള കണക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ്, അതുമായി ബന്ധപ്പെട്ട് നിതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ബസുമതി റൈസിന്റെ കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ജലത്തിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ആ ഫിഗർ ഞാൻ പെട്ടെന്ന് ഓർക്കാത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ അയൽപക്കത്തുള്ള നമ്മുടെ ബദാം എന്ന് പറയുന്ന, ഇപ്പോൾ എല്ലാ കടകളിലും ചെറിയ പെട്ടിക്കടകളിൽ വരെ ഇന്നിപ്പോൾ ബദാം ലഭ്യമാണ്. ഇപ്പൊ എന്റെയൊക്കെ കുഞ്ഞുനാളിൽ അത് നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല. വളരെ വലിയ ബേക്കറികളിൽ പോലും കാണാൻ കഴിയാത്ത ഒന്നായിരുന്നു ബദാം. ഇന്നിപ്പോൾ വളരെ സുലഭമായി. അപ്പൊ ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ പയർവർഗ്ഗങ്ങൾ ധാരാളമായി ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്കും കയറ്റുമതി. അപ്പൊ ഇത്തരത്തിൽ ജലവിഭവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നത് ഈ ഉൽപാദന പ്രക്രിയയിൽ അത് വഹിക്കുന്ന പങ്ക്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ അത് വഹിക്കുന്ന പങ്ക്, നമ്മുടെ പരിസ്ഥിതി നിലനിർത്തുന്നതിൽ അത് വഹിക്കുന്ന പങ്കൊക്കെ വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെ വളരെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രകൃതി വിഭവത്തെ സംരക്ഷിക്കുകയും ആ സംരക്ഷണത്തിലൂടെ നമ്മുടെ ആളുകൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു പ്രവർത്തനമോ ഒരു സ്വപ്നം കാണലോ ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും വളരെ പ്രയത്നം വേണ്ടിവരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ നമുക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നദികളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നീർച്ചാലുകളാണെങ്കിൽ അതിനെ നിലനിർത്താനും, തണ്ണീർത്തടങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നികന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ബാക്കിയുള്ള തണ്ണീർത്തടങ്ങളെ നിലനിർത്താനും ഒക്കെയായി നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇത് നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കും മുന്നോട്ടുള്ള പോക്കിനും ജലവിഭവത്തെ ഒരു പൈതൃക സ്വത്തായി, ഒരു പൊതു സമ്പത്തായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളിൽ ജലസംരക്ഷണത്തോടൊപ്പം നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ സാധ്യമാകൂ. അപ്പൊ അതിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി എറണാകുളം ജില്ലയുടെ KSSB നമ്മുടെ പരിഷത്തിന്റെ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സീരീസ് ഓഫ് വർക്ക്ഷോപ്പ് സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.